ഹലോ മച്ചമരെ, സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ തന്നെ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും. നിങ്ങളൊരു ഉണ്ണി മുകുന്ദൻ ആരാധകനാണ്, അല്ല മാർക്കോ ആരാധകനാണെങ്കിലും തീർച്ചയായും നിങ്ങളെ അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചടിക്കുമെന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, സിനിമയുടെ പുതിയ റിലീസ് വരുന്നു എന്നുള്ള കാര്യമാണ്. അതിനു മുമ്പ് സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക. 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ വളരെ കുറച്ച് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അടിച്ച് കയറ്റുക ഉണ്ണി മുകുന്ദൻ ഫാൻസ്, അടിച്ച് അഴിഞ്ഞാടുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ 5 ഭാഷകളിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഹിറ്റായി മാറിയ സിനിമ കേരളത്തിൽ 50 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം ഹിന്ദിയിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. 15 കോടിക്ക് അടുത്തേക്ക് സിനിമയുടെ കളക്ഷൻ എത്തുന്നു. തെലുങ്കിലും തമിഴിലും മികച്ച രീതിയിൽ തന്നെ സിനിമ കളക്ട് ചെയ്ത് മുന്നോട്ട് പോയി. അവിടെ ഒരു ചോദ്യം വന്നു, എന്തുകൊണ്ട് സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നില്ല, ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത്. അതിൻ്റെ അപ്ഡേറ്റാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ഒഫീഷ്യലായി തന്നിരിക്കുന്നത്. ജനുവരി 31 മുതൽ കന്നഡയിൽ ഈ സിനിമ വരികയാണ്. അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്ററിൽ അദ്ദേഹം പറയുന്നു, ആഫ്റ്റർ റിസീവിംഗ് എ ഫിനോമിനൽ റെസ്പോൺസ് വേൾഡ് വൈഡ്, ദ ബിഗസ്റ്റ് ആക്ഷൻ ത്രില്ലർ മാർക്കോ ഈസ് നൗ അറൈവിംഗ് ഇൻ കന്നഡ. ബ്രേസ് യുവർ സെൽസ് ഫോർ ആൻ അൾട്ടർനേറ്റ് പമ്പിംഗ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ലൈക്ക് നെവർ ബിഫോർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ, നമുക്ക് ഞെട്ടിപ്പിക്കുന്ന, അതായത് ഇതുവരെ ത്രസിപ്പിച്ച് നിർത്തിയായിരുന്നു ഹിന്ദിയും തമിഴിലും തെലുങ്കിലും പോയി. ആ സിനിമ ഇപ്പോൾ കന്നഡയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ 115 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്ന സിനിമ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 150 കോടി തൂക്കിയിട്ടേ പോകൂ എന്നുള്ള ഉറപ്പിച്ച് തന്നെയാണ് പോകുന്നത്. ഇനിയും റിലീസുകൾ പെൻഡിങ് ആണ്. ഇവിടെ കന്നഡ വരെ എത്തിയിട്ടുള്ളൂ. നമുക്കറിയാം ഇനിയും വലിയ ഒരു റിലീസ് സിനിമയ്ക്ക് കിടക്കുന്നുണ്ട്. ആ റിലീസ് കഴിയുമ്പോഴത്തേക്ക് സിനിമ തീർച്ചയായും 150 കോടിക്ക് മുകളിലേക്ക് എത്തും. ഇതിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, പലരും ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാറില്ല എന്നുള്ളതാണ്. മികച്ച രീതിയിൽ കളക്ഷൻ പോയിട്ട് അങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടും എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നിട്ടും പലരും ഈ സിനിമയ്ക്ക് ഉള്ള കളക്ഷൻ പോലും മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പല യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ ബറോസ് പോലെയുള്ള സിനിമകളുടെ കളക്ഷൻ ഇന്നും പറയുന്ന വലിയ ചാനലുകാരുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ എന്തുകൊണ്ട് അവർ കൈവിടുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ പറയുന്നു, ഇന്നും സിനിമ മികച്ച രീതിയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു 31 സിനിമ അവിടെ റിലീസ് ചെയ്യുകയാണ് കന്നഡയിൽ. ആരൊക്കെയാണ് അവിടെയുള്ളവർ, മലയാളികൾ ആ സിനിമ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ സിനിമയുടെ അവിടുത്തെ ഇതൊക്കെ ഒന്ന് പറയാം. എന്തായാലും ഒരാഴ്ച കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. വമ്പൻ പ്രൊമോഷൻ തന്നെയാണ് സിനിമയ്ക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിൽ അവിടെ നിന്ന് നേടുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതും ഒരു പുതിയ റെക്കോർഡായിരിക്കുമെന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം. നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയുമായി അപ്പോൾ വീണ്ടും തുടരുകയാണ് അതിൻ്റെ ജൈത്രയാത്ര. കൂടെ ഉണ്ടാവണം, നമ്മൾ കട്ടയ്ക്ക് കൂടെയുണ്ട്. താങ്ക് യു ബ്രോസ്.